നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അതുപോലെ തന്നെ വെള്ള നീല കാർഡുകൾക്ക് ചുവപ്പിലേക്ക് എങ്ങനെ മാറാമെന്നുള്ള കാര്യവും ഇതിനെക്കുറിച്ചാണ് ഇൻഫർമേഷൻ വീഡിയോസ് നോക്കാൻ പോകുന്നത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും ഗവൺമെൻറ് അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആണ്. ഇനിയും ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട്. ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൊബൈലിലെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ റേഷൻ കടയിലുള്ള ഇ പാസ് മെഷീൻ വഴിയോ നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള മുഴുവൻ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വിദേശത്തുള്ള ആളുകൾക്ക് പോലും ഇപ്പോൾ മൊബൈൽ ആപ്പ് വെച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് റേഷൻസ് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. എന്നാൽ പല കാര്യങ്ങളിലും ഇപ്പോഴും പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. അതിൽ പല കാര്യങ്ങളും നോക്കുന്നത്, ഒരു കാരണം സ്വന്തമായി വാഹനമുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാഹനം കാണുകയും കാർഡ് വെള്ളയിലേക്ക് മാറുമെന്നുള്ള പേടികൊണ്ട് പല ആളുകളും മസ്റ്ററിംഗ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. അവർക്കെല്ലാം മസ്റ്ററിംഗ് ചെയ്താലും ഇല്ലെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ അവരത് കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാണോ വാഹനം വാങ്ങിയത് അന്ന് മുതലുള്ള ഓരോ കിലോ, വീട്ടിലുള്ള ഓരോ അംഗത്തിനും ഓരോ കിലോ ആയിരിക്കും 40 രൂപ വെച്ച് അവർ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മരണപ്പെട്ട ആളുടെ പേര് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിന് നല്ല രൂപത്തിലുള്ള ഫൈൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കാർഡുകൾ യഥാസമയം ചെയ്യുക. ഓരോ മാസവും കഴിഞ്ഞ് ചെയ്താൽ അത് ആ മാസത്തെ സാധനം വാങ്ങിയ രൂപത്തിലുള്ള ഫൈനുകൾ കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും. നിർബന്ധമായും അത്തരം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനെ വാഹനമുള്ള ആളുകൾ അത് രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ കാർഡ് വെള്ളയിലേക്ക് മാറും. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകൾ അത് സപ്ലൈ ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ റേഷൻ കാർഡ് വെള്ളയിലേക്ക് മാറും. അങ്ങനെയുള്ള സമയത്ത് ഇനി ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിൽ മഞ്ഞ ചുവപ്പ് കാർഡുള്ള ആളുകൾ വെള്ളയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ അപേക്ഷകർക്ക് നിലവിൽ വെള്ള നീല കാർഡുള്ള ആളുകൾക്ക് മഞ്ഞയിലേക്ക് മാറാൻ അവസരമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അർഹതയുണ്ടെങ്കിൽ മാനദണ്ഡം തെളിയിക്കുന്ന രേഖയുമായി 1000 സ്ക്വയർ ഫീറ്റിലെ വീടില്ല എന്ന് തെളിയിക്കുന്ന രേഖ, വാഹനമില്ല എന്ന് തെളിയിക്കുന്ന രേഖ, ഒരേക്കറിന് മേലെ ഭൂമിയില്ല എന്നുള്ള രേഖ എന്നീ കാര്യങ്ങളുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായി തന്നെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവരുടെ ഒരു അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാർഡ് ചുവപ്പിലേക്ക് മാറാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.